ജൂനിയർ വിഭാഗത്തില്. കഴിഞ്ഞ വർഷം ജൂനിയറിൽ തന്നെയായിരുന്നു മത്സരിച്ചത്. ഫോർത്ത് ആയിരുന്നു. ഈ വർഷം തേർഡായി വന്നു. പേര് ശ്രേയ. കഴിഞ്ഞ വർഷം സീനിയറിലായിരുന്നു തേർഡ്. ഈ വർഷം സെക്കൻഡ്. കഴിഞ്ഞ വർഷത്തെക്കാൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇത്തവണ? ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ. കഴിഞ്ഞ വർഷം പിന്നെ 4ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഇത്തവണ മെഡൽ നേടുന്ന അങ്ങനെ പ്രത്യേകം പരിശീലനമൊക്കെ നടത്തിയിരുന്നോ? നിങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കുന്നത്? അപ്പൊ പരിശീലനമൊക്കെ ഒരുമിച്ച് തന്നെ? ഇപ്പോൾ പരിശീലകൻ കൂടി ചേരുകയാണ്. സാർ, ഇവരെ പരസ്പരം പലപ്പോഴും മാറിപ്പോറൊക്കെ ഉണ്ടോ? ആദ്യമൊക്കെ മാറിപ്പോവായിരുന്നു. ഫസ്റ്റ് വന്ന സമയത്ത് 7ാം ക്ലാസ്സിൽ വന്ന സമയത്ത് മാറിപ്പോവായിരുന്നു. ഇപ്പൊ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ തുടങ്ങി. പിന്നെ ഒരാളുടെ ഞാൻ പറഞ്ഞ ഒരാളുടെ മുടി ഒന്ന് കുറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങനെ പിടി കിട്ടും. നേരത്തെ കിട്ടില്ലായിരുന്നു, ഇപ്പൊ കിട്ടും. ഇവരെ രണ്ടുപേരെയും എങ്ങനെയാണ് സാർ വാക്കിങ്ങിലേക്ക് ഒന്ന് കണ്ടെത്തുന്നത്? അല്ല, ഇവര് ആദ്യം വന്ന സമയത്ത് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ഇവർക്ക് വലിയ ഡെവലപ്മെന്റ്സ് കാണാനില്ല. അപ്പൊ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ മെല്ലെ ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിലേക്ക് കഴിഞ്ഞ വർഷം ഒരു ജൂൺ ജൂലൈ ആയിട്ട് ആ സമയത്ത് നോക്കി. അപ്പൊ അവർ പെട്ടെന്ന് ക്ലിക്കായി. കഴിഞ്ഞ തവണ ജില്ലയിൽ 2ആളും സെക്കൻഡ് വന്നു. പിന്നെ 2ആൾക്കും ഈ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ മത്സരമില്ലല്ലോ. അപ്പൊ അടുത്ത വർഷം നിങ്ങൾ രണ്ടുപേരും ജൂനിയറിൽ മത്സരിക്കുമോ, അതോ ജൂനിയറും സീനിയറും മാറി മാറി മത്സരിക്കുമോ? മാറി മാറി തന്നെ ആയിരിക്കും മത്സരിക്കുക. എന്തായാലും ഇരുവർ പരിശീലകനും അഭിനന്ദനങ്ങൾ. ഈ മീറ്റിൽ തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന 2 പേരാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. സനുഷ, ഏഷ്യാനെറ്റ് ന്യൂസ്.